ഇത് എനിക്ക് തന്നെയുള്ള ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും പെരുന്നാൾക്ക് ഞാൻ ഇനിയിപ്പോൾ വലിയ പെരുന്നാളായിക്കോട്ടെ ചെറിയ പെരുന്നാളായിക്കോട്ടെ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ആയിക്കോട്ടെ എനിക്കുള്ള ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിലാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. കാരണം അതുവരെ ചെയ്യാമെന്ന് വിചാരിക്കും. പിന്നെ നമുക്കൊരു ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഷീനൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട്, അടിക്കുന്നത് ഞാനാണ്. അപ്പോൾ പിന്നെ സാവധാനം എപ്പോഴായാലും ചെയ്യാമല്ലോ എന്നുള്ളൊരു ഇതാണ്. പക്ഷേ ഈ ഒരു പെരുന്നാൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നോമ്പും പിന്നെ പിറ്റേന്ന് പെരുന്നാൾക്ക് ഉണ്ടാക്കേണ്ടത് എല്ലാം കൂടി ആകുമ്പോൾ ഒരു ഓവർലോഡാണ്. അപ്പോൾ രാത്രി ഫുള്ള് ഉറക്കമൊഴിച്ചിരുന്നിട്ടാണ് ഇത് പണിയൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് നോമ്പ് പത്തൊക്കെ കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. പിന്നെ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ സ്റ്റിച്ചിങ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കും പിന്നെ നോമ്പും വീട്ടിലെ പണികളും എല്ലാം കൂടി ആയിട്ട് നല്ല ബിസി ആയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്കുള്ളതും പിന്നെ നമുക്കുള്ളത് സ്റ്റിച്ച് ചെയ്യാണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം പിന്നെ തിരക്കാവുന്നതിൻ്റെ മുന്നേ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഭാഗത്തിനെ പറ്റി ചിന്തിക്കേണ്ടല്ലോ. അപ്പോൾ ഇത് ഉണ്ടേന്നല്ല മിക്ക ടൈലർമാരെയും അവസ്ഥ തന്നെ ആയിരിക്കും. കാരണം വീട്ടിലേക്കുള്ളതൊന്നും സ്റ്റിച്ച് ചെയ്യില്ല, പുറത്തേക്കുള്ളത് നല്ല പക്ക കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. കാരണം നമുക്ക് ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് കൊടുക്കണമല്ലോ. പക്ഷേ നമ്മളുടെ പിന്നെ ഡേറ്റും കാര്യങ്ങളൊന്നും ഇല്ല, അതെപ്പോൾ വേണമെങ്കിലും ആ വീട്ടിലെ മെഷീനല്ലേ, തുണി കയ്യിലുണ്ട്, നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യും. പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള ആ ഒരു പിന്നെ ഒരു വിചാരമാണ് നമ്മളെ കൊണ്ട് ഇത്രയും ലേറ്റായിട്ട് നമ്മൾ പിന്നെ ഇതൊക്കെ ചെയ്യാനുള്ളൊരു കാരണം.